Virgin haben Virgin haben Virgin haben വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ്. കഴിഞ്ഞ വർഷം നമ്മളിൽ പലരും പാടി നടന്ന പ്രശസ്തമായ ഒരു പാട്ടാണത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലെ ഒരു ഗാനം. ആ പാട്ട് പാടിയത് വേടനാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും വേടനെ അറിയില്ലായിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഹിരൺദാസ് മുരളി എന്ന പേരിലാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളിയുടെ ചുണ്ടിലെ ഈണമായി മാറിയ ഈ തൃശ്ശൂർക്കാരൻ ഇന്ന് വെറുമൊരു പാട്ടുകാരനല്ല. 2020 മുതൽ വേടൻ നമ്മെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. ദ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. വാർത്തകളിൽ ലഹരി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ചു എന്ന തെറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കഴുത്തിൽ പുലിപ്പല്ലണിഞ്ഞു എന്ന തെറ്റിൻ്റെ പേരിലാണോ? അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ് എന്ന തെറ്റിൻ്റെ പേരിലോ? എന്തായാലും ഒന്നുറപ്പാണ്, ഇവിടെ വേട്ടയാടപ്പെടുന്നത് വേടനാണ്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഒരിത്തിരി കഞ്ചാവ് ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റ്? വേടനെ ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയത് 7 ഗ്രാം കഞ്ചാവാണ്. അന്ന് വേടനോടൊപ്പം ഉണ്ടായിരുന്നത് 9 സുഹൃത്തുക്കളും. അതോടൊപ്പം ഒരുപാട് പണവും ത്രാസും ആ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു. താൻ അന്ന് അത് ഉപയോഗിക്കുകയുണ്ടായി എന്ന് വേടനും സമ്മതിച്ചിട്ടുണ്ട്. തെറ്റിനെ തെറ്റായി തെറ്റ് ചെയ്തവൻ പോലും അംഗീകരിക്കുമ്പോഴും തെറ്റിനെ തെറ്റായി കാണാത്ത ഒരുപാട് പേർ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. അത്തരത്തിലുള്ള കമൻറ്റുകളുടെ ഒരു പ്രവണത ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനും സാധിക്കും. കഴിഞ്ഞ 1.5 മാസമായി ചില പ്രമുഖ യൂട്യൂബേഴ്സ് അടക്കം പലരിലേക്കും പല രീതിയിലുമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കഞ്ചാവിനോട് ചേർന്ന് ചില സെലിബ്രിറ്റീസിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ഈ കേസിൽ, പ്രത്യേകിച്ചും വേടൻ്റെ കേസിൽ, പ്രാധാന്യം കൂടുതലായോ കുറവായോ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ മറ്റ് കേസുകളിൽ നിന്നും ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വേടനുള്ള ഫ്ലാറ്റിലേക്ക് പോലീസ് എത്തിയതും അവിടെ വെച്ച് ആ ഇത്തിരി ലഹരി കണ്ടെത്തിയതും. എന്നാൽ ഇന്ന് വേടൻ പുലിവാല് പിടിച്ചിരിക്കുന്നത് മറ്റൊന്നിലാണ്, പുലിപ്പല്ലിൻ്റെ പേരിൽ. പുലിപ്പല്ല് കൈവശം വയ്ക്കുക എന്നത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ആനക്കൊമ്പ്, പുലിപ്പല്ല്, പുലിനഖം എന്നിവ 48 മണിക്കൂറിൽ കൂടുതൽ കൈവശം വെക്കുന്നത് നിയമപരമല്ല എന്നിരിക്കെ അത് ധരിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തു എന്നത് നിയമത്തിന് മുമ്പിൽ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതോടൊപ്പം ആ പുലിപ്പല്ല് വേടന് ലഭിച്ചത് പുലിയെ വേട്ടയാടിയിട്ടാണോ എന്ന സംശയവും കേസിൻ്റെ ബലം കൂട്ടുന്നുണ്ട്. എന്നാൽ ഈ പുലിപ്പല്ല് തനിക്ക് രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് എന്നും രഞ്ജിത്ത് കുമ്പിടിയെ തനിക്ക് നേരിട്ട് പരിചയമില്ല എന്നും വേടൻ പറയുന്നു. അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യം, ഈ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന വ്യക്തി ഒരു മലേഷ്യൻ പ്രവാസിയാണ് എന്നാണ്. അയാളെ നേരിട്ട് കണ്ടെത്തിയാൽ അന്വേഷണത്തിൽ വേടൻ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന ചെറിയ തെറ്റ് മാത്രമായി ഈ ഒരു കേസ് ഒതുങ്ങും. ഇനി ചില ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഇതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യ അജണ്ടയുണ്ടായിരിക്കുമോ? ചിലർ പറയുന്നത് പോലെ ഇതിന് പിന്നിൽ വംശീയത ഒരു കാരണമായിരിക്കുമോ? മലയാളികൾ ഇപ്പോഴങ്ങനെ ജാതി നോക്കാറില്ല, നിറം നോക്കാറില്ല. ഇനി ആരൊക്കെ നോക്കിയാലും ഞാൻ അങ്ങനെ നോക്കാറില്ല, ഞാൻ അങ്ങനെ പെരുമാറാറുമില്ല. ഞാൻ അടക്കമുള്ള പലരും ഇത്തരത്തിലുള്ള സെൻറ്റൻസ് പല സാഹചര്യങ്ങളിലും പറയാറുണ്ട്. എന്നാൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അത്തരത്തിൽ ചിലത് സംഭവിക്കുന്നുണ്ട്, അത്തരത്തിൽ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഏതാണ്ട് 7 വർഷങ്ങൾക്ക് മുന്നേ അട്ടപ്പാടിയിൽ മധു എന്ന ചെറുപ്പക്കാരൻ വിശപ്പിൻ്റെ പേരിൽ മരണപ്പെട്ടിരുന്നു.
ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിശ്വനാഥൻ എന്ന ആദിവാസി യുവാവ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ കൂട്ടത്തല്ല് നേരിടേണ്ടി വന്നതും ആ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നതും. മോഷണക്കുറ്റം ചാർത്തപ്പെട്ട ഈ 2 പേരുടെയും മരണകാരണം ഒരു തരത്തിൽ വംശീയതയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഞാൻ ജാതി നോക്കി പെരുമാറാറില്ല എന്നത് എന്നെ ഒരിക്കലും സെക്യുലർ ആക്കുന്നില്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള ക്രൂരതകൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട് എന്നത് അംഗീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഓരോ വളവിലും ജാതി മാട്രിമോണിയൽ പരസ്യങ്ങൾ പതിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നതാണ് നമ്മെ സെക്യുലർ ആക്കുന്നത്. മീറ്റ് മിസ്റ്റർ കെന്നത്ത് ബാങ്ക്രോഫ്റ്റ് ക്ലർക്ക്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 111 വയസ്സ്. 1914 ജൂലൈ 24 ജനിച്ചു. 2005 മെയ് 1 മരണപ്പെട്ടു. ലോകപ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ലോകത്തെ എങ്ങനെ വംശീയത ബാധിക്കുന്നു, അത് ജനിച്ചു തുടങ്ങിയിട്ട് മാത്രമുള്ള കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ പടർന്ന് പന്തലിക്കുന്നു എന്ന് വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ, ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ US സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയ മഹാനായ ഒരു സൈക്കോളജിസ്റ്റ്. തൻ്റെ ഭാര്യയായിരുന്ന സൈക്കോളജിസ്റ്റ് മാമി ക്ലർക്കിനോടൊപ്പം അദ്ദേഹം നടത്തിയ ഒരു ചെറിയ പരീക്ഷണമാണ് ലോകത്തെ മുഴുവൻ ചിന്തിപ്പിച്ച ആ വിധിക്ക് കാരണമായത്. ആ വിധിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഏതാനും വർഷങ്ങൾ പിറകിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കണം, മറ്റൊരു കേസിലേക്ക്. പ്ലസി വേഴ്സസ് ഫെർഗസൺ കേസ്. ആ കാലങ്ങളിൽ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും പ്രത്യേകം ട്രെയിൻ കാറുകളും വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഹോമർ എ പ്ലസി എന്ന വ്യക്തി ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. അയാളോടൊപ്പം യാത്ര ചെയ്ത യാത്രക്കാർ മുഴുവൻ അയാളെ തുറിച്ചു നോക്കി. ഇരുനിറമുള്ള ഈ വ്യക്തി എങ്ങനെയാണ് ഞങ്ങളുടെ ട്രെയിൻ കാറിൽ സഞ്ചരിക്കുന്നത്? അത് വെളുത്തവർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ട്രെയിൻ കാറായിരുന്നു. മറ്റ് യാത്രക്കാരുടെ പരാതിയിന്മേൽ പ്ലസി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അന്വേഷണത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്ലസിയുടെ 7 തലമുറകളിൽ ഒരാൾ, 7 മുതുമുത്തശ്ശിമാരിൽ ഒരാൾ കറുത്തവർഗക്കാരിയായിരുന്നു എന്നതാണ്. പിറ്റേന്ന് 500 രൂപ പിഴ വിധിച്ച് പ്ലസിയെ വെറുതെ വിട്ടു. എന്നാൽ ആ കേസ് അവിടെ അവസാനിച്ചില്ല. സെപ്പറേറ്റ് ബട്ട് ഈക്വൽ, അതായിരുന്നു അവിടുത്തെ നിയമം. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും സെപ്പറേറ്റഡ് ആണ്, പക്ഷേ ഈക്വൽ ആണ്. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ വംശം കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രതികരിക്കും, അല്ലേ? പ്ലസിയും അത് തന്നെയാണ് ചെയ്തത്, പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണത്രേ വെളുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള ആ ട്രെയിൻ കാർ തിരഞ്ഞെടുത്തതും അതിൽ യാത്ര ചെയ്തതും സ്വയം പിടികൊടുത്തതും. അതിന് പിഴ നൽകി പുറത്തിറങ്ങിയ പിറ്റേ ദിവസം മുതൽ ആ നിയമത്തിനെതിരെ വർഷങ്ങളോളം അയാൾ നിയമപരമായി പോരാടുകയും ചെയ്തു. എന്നാൽ അവർ ഉറച്ചു നിന്നു സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന വാദത്തിൽ. കറുത്ത വർഗ്ഗക്കാർക്കും വെളുത്ത വർഗ്ഗക്കാർക്കും സൗകര്യം സമമാണ് എങ്കിലും അവർ വേർതിരിക്കപ്പെടണം എന്ന വാദത്തിൽ. ആയിരത്തി 1950 ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കേസ്. അമേരിക്കയിലെ ടൊപ്പക്ക എന്ന നഗരത്തിലായിരുന്നു ഒലിവർ ബ്രൗൺ എന്ന കറുത്ത വർഗ്ഗക്കാരൻ ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലും കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നില്ല പഠിച്ചിരുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ബട്ട് ഈക്വൽ വാദം. വിദ്യാഭ്യാസം സമമാണ് എങ്കിലും കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ഒരു സ്കൂളിൽ പഠിക്കാൻ പാടില്ല. അവർ വ്യത്യസ്തമായ സ്കൂളുകളിൽ തന്നെ പഠിച്ചിരിക്കണം. ഒലിവർ ബ്രൗണിന് ഒരു മകളുണ്ടായിരുന്നു, 3ാം ക്ലാസ്സുകാരിയായ ലിൻഡ കരോൾ ബ്രൗൺ. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് കിലോമീറ്ററുകളോളം അവൾക്ക് നടക്കണമായിരുന്നു. കാരണം അത്രയും ദൂരെയായിരുന്നു കറുത്ത വർഗ്ഗക്കാർക്കുള്ള സ്കൂൾ ഉണ്ടായിരുന്നത്. വീടിന് തൊട്ടടുത്തുള്ള വൈറ്റ് സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ഒരിക്കൽ ഒലിവർ ബ്രൗൺ തൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞത് ഒരേയൊരു കാര്യം മാത്രമായിരുന്നു, സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന്. ഒലിവർ ബ്രൗണിനോടൊപ്പം 12ഓളം കറുത്ത വർഗ്ഗക്കാരായ രക്ഷിതാക്കളും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ വാദങ്ങളൊന്നും ആ പ്രിൻസിപ്പൽ കേട്ടില്ല. NAACP, നാഷണൽ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് കളേർഡ് പീപ്പിൾ എന്ന സംഘടന നിയമപരമായ സഹായങ്ങളോടെ ഒപ്പമുണ്ടായിരുന്നു. 1800-കൾ മുതൽ ഉണ്ടായിരുന്ന സെപ്പറേറ്റ് ബട്ട് ഈക്വൽ എന്ന നിയമത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അന്ന് നടന്നത്. അമേരിക്കയിലെ പല നാടുകളിലും സെപ്പറേറ്റ് ബട്ട് ഈക്വൽ ആണെങ്കിലും ടൊപ്പക്കയിലെ സ്കൂളുകളിൽ സെപ്പറേറ്റ് ആയിരുന്നു ബട്ട് ഈക്വൽ അല്ല എന്ന വാദത്തിൽ അവർ വാദിക്കുകയും ജയിക്കുകയും ചെയ്തു. ആ വിജയത്തിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നിങ്ങളായിരുന്നു മിസ്റ്റർ ക്ലർക്ക്.
നിങ്ങളുടെ ഒരു ചെറിയ പരീക്ഷണമായിരുന്നു ആ വിജയത്തിലേക്ക് അവരെ നയിച്ചത്. വംശീയമായ വേർതിരിവുകൾ അതെത്ര സമമാണ് എങ്കിലും അത് കുഞ്ഞുങ്ങളിൽ എത്രത്തോളം വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നു എന്ന് ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നിങ്ങൾ സുപ്രീം കോടതിയെ മനസ്സിലാക്കി. അത്തരം വേർതിരിവുകൾ അവരുടെ ആത്മവിശ്വാസത്തെ കെടുത്താനാണ് സഹായിക്കുന്നത് എന്ന് വളരെ ചെറിയൊരു പരീക്ഷണത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയിക്കുകയും ചെയ്തു. ക്ലാർക്ക് ഡോൾ എക്സ്പെരിമെന്റ്, അങ്ങനെയാണ് ഈ ഒരു പരീക്ഷണം അറിയപ്പെടുന്നത്. 1940കളിലാണ് ഈ ഒരു പരീക്ഷണം നടക്കുന്നത്. 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ ഒരു പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. അവർക്ക് മുമ്പിൽ 4 പാവകളും വെച്ചിരുന്നു. 2 വെളുത്ത പാവകളും 2 കറുത്ത പാവകളും. ഇതിൽ ഏത് പാവയോടൊപ്പമാണ് നിനക്ക് കളിക്കേണ്ടത്? ഇതിലേത് പാവയാണ് കാണാൻ നല്ലത്? ഇതിൽ കാണാൻ ഭംഗി കുറഞ്ഞ പാവയെ കാണിക്കാമോ? ഏതു പാവയ്ക്കാ നല്ല നിറം? വെളുത്ത കുഞ്ഞിനെ പോലുള്ള പാവ ഏതാണ്? കറുത്ത കുഞ്ഞിനെ പോലുള്ളതോ? നീഗ്രോ കുഞ്ഞിനെ പോലുള്ള പാവ ഏതാണെന്ന് തൊട്ട് കാണിക്കാമോ? നിന്നെ പോലുള്ള പാവയെ കാണിക്കാമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്കായി നൽകിയത്. അതിൽ വെളുത്ത പാവയാണ് സുന്ദരിയായ പാവ എന്ന് മറുപടി പറഞ്ഞത് 69% കുഞ്ഞുങ്ങളായിരുന്നു. കളിക്കാൻ താല്പര്യമുള്ള പാവ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ വെളുത്ത പാവയെ തിരഞ്ഞെടുത്തത് 67% കുട്ടികളും. കറുത്ത പാവയെ കാണാൻ മോശമാണ് എന്ന് പറഞ്ഞത് 59% കുട്ടികളാണ്. താൻ ജനിച്ച നിറമാണ്, തൻ്റെ നിറമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് മോശമാണ്, തനിക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് 7 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ പറയണമെങ്കിൽ അവരിലേക്ക് വംശീയമായ വേർതിരിവ് എത്രത്തോളം കടന്നു ചെന്നിട്ടുണ്ടാവണം? ഒന്നും പഠിപ്പിച്ചിട്ടല്ല, സമൂഹം ചെയ്യുന്ന വേർതിരിവ് കൊണ്ട് മാത്രം അവർ മനസ്സിലാക്കിയ കാര്യങ്ങളാണിവ. ആ തിരിച്ചറിവ് അന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കിയിരുന്നു. ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കേസ് വിധി ഇന്നും ആ ഒരു വലിയ മാറ്റമായി തന്നെയാണ് അവർ കാണുന്നത്. എന്നാൽ ഇന്ന് കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിൽ വേർതിരിവില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷേ ക്ലാർക്ക് ഡോൾ എക്സ്പെരിമെന്റ് അവരിൽ ഉണ്ടാക്കിയത് ഒരു വലിയ മാറ്റം തന്നെയാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. നിറം നോക്കിയുള്ള വിവേചനം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. ഞാൻ നിറം നോക്കാറില്ല എന്ന് പറയുമ്പോഴും ഞാൻ ഒരിക്കലും സെക്യുലർ ആവുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിവേചനത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മളെ സെക്യുലർ ആക്കുന്നത്. വേടൻ ഇന്ന് വേട്ടയാടപ്പെടുന്നത് ലഹരി കയ്യിൽ കരുതിയത് കൊണ്ട് മാത്രമാണ് എങ്കിൽ ആ തെറ്റ് അയാളും അംഗീകരിക്കുന്നു. ലഹരി വിമുക്തമായ ഒരു തിരിച്ചുവരവ് അയാൾ ആഗ്രഹിക്കുന്നതായി പറയുന്നുമുണ്ട്. അതല്ല മറിച്ച് എന്തെങ്കിലും ഉദ്ദേശമാണ് നടപ്പിലാക്കുന്നത് എങ്കിൽ അതിനെ മലയാളി കാണേണ്ടത് അതർഹിക്കുന്ന രീതിയിലായിരിക്കണം. മനുഷ്യനെ മനുഷ്യൻ്റെ നിറവും ജാതിയും മതവും മാത്രം നോക്കി കൂട്ടുകൂടുകയും കുറ്റം പറയുകയും ചെയ്യുന്നൊരു സമൂഹത്തിൽ സെക്യുലറായി ജീവിക്കുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഇദ്ദേഹത്തെ പോലെ മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്നൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അത്രമാത്രമാണ്. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ